കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ കുട്ടിക്ക് ഡോക്ടർ പാരസെറ്റമോൾ ഡ്രോപ്സ് എഴുതി കൊടുത്തിട്ടുണ്ട് പനിക്ക് വേണ്ടിയിട്ട്. 4 കിലോ ഉള്ള കുട്ടിക്ക് 0.7 ml പാരസെറ്റമോൾ ഡ്രോപ്സാണ് കൊടുക്കാൻ പറഞ്ഞത്. എന്നാലോ മദറിനോട് മാറിപ്പോയിട്ട് പകരം 7 മില്ലി കൊടുത്തു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 70 മില്ലിഗ്രാം പാരസെറ്റമോൾ എഴുതി കൊടുത്ത കുട്ടിക്ക് 700 മില്ലിഗ്രാം പാരസെറ്റമോൾ കൊടുത്തു എന്നുള്ളതാണ്. ഇത് വളരെ ടോക്സിക് ഡോസാണ്, ലിവറിനൊക്കെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡോസാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ ICUവിൽ അഡ്മിറ്റ് ചെയ്തു. നമ്മൾ തുടർ ചികിത്സ ചെയ്യേണ്ടി വന്നു. എല്ലാ മദേഴ്സും പാരസെറ്റമോൾ ആണെങ്കിലും മറ്റു മരുന്നുകളാണെങ്കിലും ഡ്രോപ്സും സിറപ്പും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഡ്രോപ്സ് വളരെ കുറഞ്ഞ അളവിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് പാരസെറ്റമോളിൽ 1 മില്ലി ലിറ്ററിൽ 100 മില്ലിഗ്രാം പാരസെറ്റമോൾ ഉണ്ട്. അതേസമയം സിറപ്പാണെങ്കിലോ 5 ml 125 അല്ലെങ്കിൽ 250 മില്ലിഗ്രാം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡ്രോപ്സും സിറപ്പും തമ്മിൽ മാറിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ആണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഡോക്ടേഴ്സ് ഡ്രോപ്സ് ആണ് തരിക. ഡ്രോപ്സ് മാക്സിമം പലപ്പോഴും 1 ml, അതായത് ഫില്ലറിൻ്റെ ഫുള്ളിന് മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ. അതിലും കൂടുതൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറോടോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലോ പ്രത്യേകം ചോദിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. മെഡിസിൻ ഓവർഡോസ് ആവുക, മെഡിസിൻ മാറിക്കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ ആളുകളെ മെഡിസിന്, തൈറോയ്ഡ് ടാബ്ലറ്റ്സ് ഇതെല്ലാം കുട്ടികൾ എടുത്ത് കഴിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ കാര്യം തന്നെയാണ് വേൾഡ് പേഷ്യൻ്റ് സേഫ്റ്റി ഡേയിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും നല്ല മെസ്സേജ്.